ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല. പക്ഷേങ്കിൽ അവൾ ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി, ട്രാക്കിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ആരെങ്കിലും അവളെ തിരുവനന്തപുരത്ത് ഒരു IB ഓഫീസർ ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങളെല്ലാവരും കേട്ട് കാണും. മേഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കുറച്ചു മുന്നേ മേഘയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്ത് കാരണത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇതുവരെയും വീട്ടുകാർക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നമോ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല എന്നാണ് മേഘയുടെ അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും സംസാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പെൺകുട്ടി രാവിലെ ജോലി കഴിഞ്ഞ് പോയിട്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു കാരണം അതിന്റെ പിന്നിൽ കാണും. അത് മാത്രമല്ല, ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ടായിരുന്നു മേഘ നടന്നു പൊയ്ക്കൊണ്ടിരുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും എന്ത് കാരണത്തിന്റെ പേരിലായാലും ആത്മഹത്യ ഒന്നിനും ഒരു പോമഴിയല്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം ഷൈനിയുടെ ഒരു കേസ് കോട്ടയത്ത്, അത് 2 പൊടിപ്പിള്ളാരെയും കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു ആത്മഹത്യ ചെയ്യാനായിട്ട് റെയിൽവേ ട്രാക്കിന്റെ മുന്നിൽ പോയത്. ശരിക്കും പറഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണെന്നുള്ളൊരു ചിന്തയാണ് ഇവർക്ക് എല്ലാവർക്കും. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയുക. പ്രത്യേകിച്ച് ഈ ഒരു പെൺകുട്ടി ഏകദേശം 1 വർഷത്തോളമായി IBയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. IBയിലൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അത് അറിയാമായിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് മേഘയുടെ ഫാമിലിയുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സംശയം, കുട്ടിയെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ട്. നല്ല നോളജുള്ള കുട്ടിയാണ്. ആദ്യം തന്നെ എല്ലാ IBയിൽ ജോലി കിട്ടണമെങ്കിൽ തന്നെ അത്ര മെൻ്റൽ പവറും ഒക്കെയുള്ള കുട്ടികൾക്ക് കിട്ടത്തുള്ളല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് മറ്റു കുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തിൽ ദുരൂഹതയുണ്ട്. കാരണം ആ ദുരൂഹത അന്വേഷിക്കണം. അത് നമ്മൾ ഇപ്പോൾ IBക്കും പിന്നെ പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാര്യം IB എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റലിജൻസ് ബ്യൂറോയിലൊക്കെ നമുക്ക് ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത് അത്ര നിസ്സാരമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കഷ്ടപ്പാടുണ്ട്. പ്രത്യേകിച്ച് നല്ല മെന്റൽ സ്ട്രെങ്തും കാര്യങ്ങളും ഒക്കെ വേണം അവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയായിരിക്കും ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ മൊത്തം പൊട്ടി തകർന്ന അവസ്ഥയിലാണ് പോലീസുകാരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇനി അത് ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ അയച്ചിരിക്കുവാണ്. ഇനി അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇനി ഈ ഒരു വിഷയത്തിൽ മേഘയുടെ അച്ഛൻ പ്രതികരിക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. അതായത് അവള് 7 മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല. പക്ഷേങ്കിൽ അവൾ ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി, ട്രാക്കിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നോ ഒരു സംശയമാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ഇതൊരു ആത്മഹത്യ പ്രേരണ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിനകത്തോട്ട് വരുന്നത്. അതായത് 7 മണിക്ക് ഫോണിൽ വിളിക്കുന്നു, ഒരു കുഴപ്പവുമില്ലാതെ ഫോൺ വെക്കുന്നു, പിന്നെ ആ ഒരു റൂട്ടിൽ നിന്ന് മാറി വേറൊരു റൂട്ടിലൂടെ, അതായത് റെയിൽവേ ട്രാക്കിന്റെ ആ ഒരു വഴി നടന്നു പോകുന്നു. അന്നേരം ട്രെയിനിന്റെ മുന്നിൽ എടുത്തു വെച്ച് ചാടി മരിക്കണമെങ്കിൽ അത്രയ്ക്ക് മനസ്സിൽ ഹേർട്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. അതാണ് ഇത് ശരിക്കും ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. കാര്യം പ്രത്യേകിച്ച് ഈ ആത്മഹത്യ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പല കേസസും എടുക്കാം. പകുതിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി എന്ത് കാരണത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയേണ്ടത്. മാത്രമല്ല, ഇവർ പറയുന്നുണ്ട് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്ന്. ഇനി വീട്ടുകാർക്ക് അറിയാത്തതാണോ അല്ലെങ്കിൽ ഇനിയിപ്പം വേറെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അവരുടെ വീട്ടുകാർക്ക് തന്നെ നഷ്ടം. ഇക്കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലിയും കിട്ടി, ഒരു സുപ്രഭാതത്തിൽ ഒരു കാരണവും ഇല്ലാതെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പം പ്രശ്നം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, സാധാരണ 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. ഞാൻ കാപ്പി രാവിലെ കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പിന്നെ നമ്മളത് വിട്ടു. പിന്നെ അതിനെ പറ്റിയില്ലല്ലോ. പിന്നെ 10 മണിയായപ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ട്രെയിനിൽ അപകടം സംഭവിച്ചു വന്നു. അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം റൂമിൽ പോകുന്ന വഴിക്ക് ചാക്ക ജംഗ്ഷനിലാണ്. അവിടെ ഇപ്പം റെയിൽവേ ട്രാക്കോ അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് അകലെയുള്ള റെയിൽവേ ട്രാക്കിലൂടെ പോകണമെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം എന്നാണ് സംശയം. ഇല്ല, അവൾ നല്ല, കാരണം അവൾ ഇച്ചിരി കൊച്ചുകുട്ടിയാണ് അവിടുത്തെ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഉറക്കക്ഷീണമോ ഒക്കെ വരുമ്പോൾ മറ്റുള്ളവർ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവളോട് ഉറങ്ങാനൊക്കെ പറഞ്ഞു വിടുമെന്ന് അവൾ പറഞ്ഞു. അവർ ഒരു കുഴപ്പവും ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മളോട്.
ഇനി ഉറക്കക്ഷീണം മൂലം അങ്ങനെ വല്ലതും സംഭവിച്ചതാണോ എന്നാണ് ഒരു സംശയം ഇരിക്കുന്നത്. എന്തായാലും അങ്ങനൊന്നും അല്ലെന്നാണ് പറയുന്നത്. ഇനി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. ഇത് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു സത്യങ്ങൾ അറിയണമെങ്കിൽ ആ ഒരു മൊബൈൽ ഫോണിനകത്ത് ഇരിക്കുവാണ് എല്ലാം. കാര്യം ഒരു കാര്യമില്ലാതെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ കോട്ടയത്തെ ആ ഒരു ഷൈനിയുടെ ഒരു കേസ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അത് വളരെ മാനസികമായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഷൈനിയും 2 മക്കളും ചെന്ന് ട്രെയിനിൻ്റെ മുന്നിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുന്നത്. അതായത് ജീവിക്കാനായിട്ടോ സമ്മതിക്കുന്നില്ല, സാമ്പത്തികമായിട്ട് ഒരു രീതിയിലുള്ളൊരു സഹായങ്ങളും ഇല്ല, സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ ആട്ടും തൂപ്പും ഇതെല്ലാം സഹിച്ചിട്ടായിരുന്നു ഷൈനി പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ പറയുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് എന്തായി തീരുമെന്ന് തന്നെ നോക്കണം. കാര്യം ഈ മിഷേലിൻ്റെ ഒരു കേസ് നമുക്കറിയാലോ, മിഷേൽ ഷാജിയുടെ ഒരു കേസ്, അത് ഇപ്പോഴും അതിനകത്തൊരു ദുരൂഹത നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതൊന്നും തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല. മിഷേൽ ഷാജിയും ഇതുപോലെ വീട്ടുകാരത്ത് സംസാരിക്കുന്നു, ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നു. പിന്നെ അതിനുശേഷം വീട്ടുകാർ അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പറഞ്ഞു വരുന്നു. അങ്ങനെയുള്ളൊരു കേസ് ഇപ്പോഴും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞ അവരൊരു ഹൈ ലെവൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കുക. ഇനി നമ്മളൊരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇല്ല പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാം. നമ്മൾ ആദ്യമേ പരാതി ഇത് കഴിഞ്ഞ ചടങ്ങ് കഴിഞ്ഞ ഉടൻ പരാതി കൊടുക്കാനാണ് പറഞ്ഞു. ഇല്ല അപ്പൊ ഒരു സംശയം. കാരണം നമ്മളോട് നേരിട്ട് വീട്ടിൽ പോവാണ് അല്ലെങ്കിൽ റൂമിൽ പോവാണെന്ന് പറഞ്ഞതിന് ശേഷം അവൾ റൂട്ട് മാറ്റി. അപ്പൊ എന്നിട്ട് ഈ ചാനലിലോ അല്ലോ ആരോ ഇവിടെ പറയുന്നത് കേട്ടതാണ് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രാക്കിലൂടെ പോയത്. അപ്പോൾ ആ സമയത്ത് ആരോ അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒക്കെ പരിശോധിച്ച് എന്തെങ്കിലും അബ്നോർമലായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു പരാതിയായിട്ട് ഇപ്പോൾ കൊടുക്കാൻ പോവാണ്. മേഘയുടെ വിവാഹം സംബന്ധിച്ച ആലോചനകൾ ഉണ്ടായിരുന്ന? ഇല്ല ഇപ്പം കാരണം ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ 2 വർഷം ആയിട്ടില്ല, 1 വർഷം കഴിഞ്ഞ് 3 മാസമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ഇത് വേണ്ടെന്നാണ് അവള് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചെറിയച്ഛൻ പറഞ്ഞതുപോലെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ചെറിയച്ഛൻ അവര് ജോധ്പൂരിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു കുട്ടിയായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എന്തോ ഒരു സൗഹൃദം, അതായത് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കുറേ നാളുകൾക്ക് മുന്നേ ആണ്. പക്ഷെ ഇപ്പം അങ്ങനൊന്നും ഇല്ല എന്നാണ് ഈ ഒരു അച്ഛൻ്റെ സംസാരത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഒരു കാര്യവുമില്ലാതെ ഒരു പെൺകുട്ടി ട്രെയിനിൻ്റെ മുന്നിലൊക്കെ ചെന്ന് ചാടി മരിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു കേസിലോട്ടാണ് ഈ ഒരു വിഷയം പോകുന്നത്. ശരിക്കും ഇതിൻ്റെ കാര്യം ഒരു IB ഓഫീസറാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിന് നമ്മുടെ ഗവൺമെൻറ് ആയാലും പോലീസുകാരായാലും ആ ഒരു ഇത് കാണിക്കണം. ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു സത്യം കണ്ടുപിടിക്കുക തന്നെ വേണം. ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ ഫോൺ വന്നതിലെ ദുരൂഹത അതാണ്. ആ സമയത്ത് ഫോൺ വരികയും ആ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ പോകണമെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും, കാരണം അവളവിടെ താമസിക്കുന്നു, നമ്മളിവിടെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ അല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് കാരണം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവൾ വരുന്ന സമയമൊക്കെ വിളിച്ചില്ലെങ്കിൽ തന്നെ ഹോസ്റ്റലിലെ മാഡം വിളിച്ചു പറയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അവളെ കൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, യാതൊരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ അവള് ഇത് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടുന്നതല്ലല്ലോ. ഇത് പാലയിലും തിരുവനന്തപുരത്തും ഒക്കെ ട്രെയിനിങ്ങിന് പോയിട്ട് തന്നെയാണ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇത് കിട്ടിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയൊരു ജോലിയായിരുന്നു അത്. കാര്യം അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല IBയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇതിനകത്ത് ഈ അവസാന നിമിഷം വിളിച്ച ഒരു ഫോൺ കോളിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഒരു പക്ഷേ ആ ഫോണിൽ നിന്ന് റിക്കവറി ചെയ്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സിമ്മിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ. ഈ ഒരു പെൺകുട്ടിയുടെ സിമ്മിൻ്റെ നമ്പറും ഡീറ്റെയിൽസും വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ആ ലാസ്റ്റ് വിളിച്ച കോൾ ആരാണ്, ആ ആളുടെ അടുത്ത് എന്താണ് സംസാരിച്ചതെന്നൊക്കെ എടുക്കാനായിട്ട് സിമ്പിളായിട്ട് പറ്റും. എന്തായാലും ആ രീതിയിൽ ഈ ഒരു വിഷയം അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. അതായത് വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങുന്നു, അതിനുശേഷം പിന്നെ റെയിൽവേ ട്രാക്കിലൂടെ ഒക്കെ നടന്നു പോകാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ലാസ്റ്റ് കോൺവെർസേഷനിൽ എന്തോ ഒരു സംഭവം ഈ ഒരു പെൺകുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സംസാരം അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലായിരിക്കും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.